എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് മാത്രം പ്രഭാത കൃത്യങ്ങൾ പോലും ചെയ്യുന്ന എത്ര അമ്മമാരുണ്ടെന്നറിയാവോ എനിക്ക്? എന്നെ മോനെ എന്ന് വിളിച്ചുകൊണ്ട് എൻ്റെ ചെറിയൊരു ക്ഷീണത്തിന് പോലും എൻ്റെ അമ്മയോടൊപ്പം വേദനിക്കുന്ന എത്ര അമ്മമാരുണ്ടെന്ന് എനിക്ക് അറിയാമോ നിങ്ങൾക്ക്? ഇതൊരു മനുഷ്യൻ്റെ ജീവിത സാക്ഷിയോ? പച്ചയായിട്ട് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഈ തോമസ് കടുത്താനം എന്ന് പറഞ്ഞ അച്ഛൻ്റെ സാക്ഷ്യം. ഞാൻ എൻ്റെ അപ്പനെ ഉപേക്ഷിച്ച് കർത്താവിൻ്റെ പുറകെ ഇറങ്ങിത്തിരിച്ചപ്പോൾ എൻ്റെ അപ്പനെക്കാളും എന്നെ സ്നേഹിക്കുന്നെന്ന് എനിക്ക് പറയാൻ സാധിക്കുന്ന രീതിയിൽ അപ്പന്മാരെ ദൈവം എനിക്ക് തന്നു. മക്കളെ, കൊതി തീർന്നു പോകും. നമുക്ക് മതി ഈശോയെ സ്നേഹിച്ചു എന്ന് പറഞ്ഞു പോകും. അതുപോലെ ഇഷ്ടം പോലെ ഉപേക്ഷിക്കുന്നതെല്ലാം നൽകുന്നവനവൻ. എനിക്ക് വലിയ പരാതിയായിരുന്നു മക്കളെ, എനിക്ക് അനിയനും അനിയത്തിയില്ലെന്നും പറഞ്ഞ് ഞാൻ ഒത്തിരി വഴക്ക് പിടിക്കുമായിരുന്നു മമ്മിയോടും അച്ഛനോടും. എനിക്ക് അനിയനെ അനിയത്തിയും വേണമെന്നും പറഞ്ഞു. കാരണം എൻ്റെ കൂടെ കളിക്കാൻ ആരുമില്ല. എൻ്റെ ചേച്ചീനേക്കാളും 8 വയസ്സ് മൂത്തതാ. ഒറ്റയ്ക്കായി പലപ്പോഴും വീട്ടിൽ സങ്കടപ്പെട്ട് കർത്താവിനോട് കരഞ്ഞ് ചോദിച്ചിട്ടുണ്ട്, എനിക്കൊരു അനിയനെയോ അനിയത്തിയോ താ. എന്നും കൊച്ചു പിള്ളേരോട് എനിക്ക് സ്നേഹമായിരുന്നു. അതിന് കാരണം ഇത് മാത്രമാണ്. പ്രിയപ്പെട്ട മക്കളെ, എൻ്റെ കൊതി തീരുവോളം എനിക്ക് അനിയന്മാരെയും അനിയത്തിമാരെയും കിട്ടിയിട്ടുണ്ട്. എന്നെ ചേട്ടാ എന്ന് ഹൃദയം തുറന്ന് വിളിക്കുന്ന എത്ര പേരാണെന്നറിയോ എനിക്കുള്ളത്. മക്കളെ, ഇതാ കർത്താവിൻ്റെ പുറകെ ഇറങ്ങി തിരിച്ചുള്ള ഗുണം. കർത്താവിൻ്റെ കാൽപാദങ്ങളെ പിന്തുടരുന്ന, അവന് വേണ്ടി ജീവിതത്തിൽ എന്തെങ്കിലും ഉപേക്ഷിക്കുന്നവൻ്റെ പ്രതിഫലമായത്.